നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പൗരുഷൻ ഒരുക്കുന്ന യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷിയായ യെരുശലേം എന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹ വന്ദനവും അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് യേശു കർത്താവിനെ ക്രൂശിപ്പാനായിട്ട് വിധിക്കുന്നതായിട്ടാണ്. യേശു കർത്താവിനെ വിധിച്ചത് ശരിക്കും കയ്യഫാവാണ്, മതകോടതിയാണ്. പക്ഷേ പീലാത്തോസിന്റെ കയ്യൊപ്പുണ്ടെങ്കിൽ മാത്രമേ ആ മരണവിധി നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ അനുവാദത്തിനായി കൊണ്ടുവന്നതും സംഭവങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയുണ്ടായി. ചുരുക്കത്തിൽ നമ്മുടെ കർത്താവ് 6 കോടതികളിൽ വിസ്തരിക്കപ്പെട്ടു. ഒരിടത്തു പോലും ന്യായവും യുക്തവും സത്യവുമായ ഒരു കുറ്റം തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നത് നമ്മൾ ഓർക്കുമല്ലോ. 3 മതകോടതികൾ, 1 ഹന്നാവിന്റെ അരമന, 2 കയ്യഫാവിന്റെ അരമന, 3 സന്നദ്രി സംഘം, 3 സിവിൽ കോടതി. 3 എന്ന് പറയുമ്പോൾ 2 കോടതി, പക്ഷെ 3 പ്രാവശ്യം. ഒന്നാമത് പീലാത്തോസിന്റെ കൊട്ടാരം, 2ാമത് ഹെരോദാവിന്റെ കൊട്ടാരം, 3ാമത് പിന്നെയും പീലാത്തോസിന്റെ കൊട്ടാരം. അവിടെ വെച്ച് നമ്മുടെ കർത്താവ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാജാവിനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് പറഞ്ഞ് ആ വിധിയുടെ മുകളിൽ പീലാത്തോസും സൈൻ ചെയ്ത് ആ വിധി നടപ്പിലാക്കുവാൻ തക്കവണ്ണം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ഇപ്പോൾ സമയം ഏകദേശം നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത് ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ സമയം ഒരു 8:30 എന്നുള്ളതാണ്. ഇനി പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്ന് കർത്താവിനെ നേരെ കൊണ്ടുവന്നത് ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്കാണ്. തലയോടിടം എന്നർത്ഥം വരുന്ന ഗോൽഗോത്ത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ദൂരം എന്ന് പറയുന്നത് പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഈ ക്രൂശിച്ച സ്ഥലം നമ്മൾ കാൽവരിക്കുന്നെന്നൊക്കെ സാധാരണ പറയുന്നത് 3/4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 750 മീറ്ററേ ഉള്ളൂ. അതിൽ 500 മീറ്ററും ഈ നഗരത്തിനകത്തൂടെയാണ് പോകുന്നത്. 500 മീറ്റർ. പിന്നുള്ള 250 മീറ്ററാണ് നഗരത്തിന് പുറത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളുക. കാരണം പിന്നീട് വായിക്കണമല്ലോ, വായിച്ചു വേണം അതൊക്കെ മനസ്സിലാക്കാനായിട്ട്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു 9 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ ചിത്രം മുഴുവൻ ബൈബിളിൽ നമുക്ക് കിട്ടും. മത്തായിയുടെ സുവിശേഷം 26, 27, 28, മർക്കോസിന്റെ സുവിശേഷം 14, 15, ലൂക്കോസിന്റെ സുവിശേഷം 22, 23, യോഹന്നാന്റെ സുവിശേഷം 18, 19. ഇത്രയും അധ്യായങ്ങൾ, അത് 9 അധ്യായങ്ങൾ വരും. ഈ 9 അധ്യായങ്ങൾ ഒന്ന് വായിക്കാമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഈ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 33 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. കർത്താവിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു 8:45 ആയപ്പോഴത്തേക്കിന് ഈ കാൽവരി കുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. നമുക്കത് മെല്ലെ മനസ്സിലാക്കി പോകാം. ഇപ്പൊ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കർത്താവിനെയും കൊണ്ട് നഗരത്തിന്റെ നടുവിലൂടെ പോവുകയാണ്. ഈ കുരിശിന്റെ വഴി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഞാനത് കൂടുതൽ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. കുരിശിന്റെ വഴി പല സ്ഥലത്ത് വീണും എഴുന്നേറ്റും ഒക്കെ പോയി എന്ന് നമ്മൾ വായിക്കുന്നത് വളരെ ശരിയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഏറ്റവും ഒടുവിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിച്ചത് വ്യാഴാഴ്ച രാത്രിയിലാണ്, അല്ലെങ്കിൽ പെസഹ ദിവസമാണ്. പെസഹ ആചരിച്ചപ്പോൾ അവിടെ വെച്ച് താൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. അവിടുത്തെ സാധാരണ പാനീയമായ മുന്തിരി നീര് താൻ കുടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം സമയം വെള്ളിയാഴ്ച രാവിലെ 9 മണിയോട് എടുക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ച 8:45 സമയമായിട്ടുണ്ട്. ഇതുവരെ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ഓർക്കണം, എന്തെല്ലാം പീഡനങ്ങൾ താൻ സഹിച്ചു. തൻ്റെ മുഖത്ത് വടികൊണ്ട് അടിച്ചത്, കന്നത്ത് വടികൊണ്ട് അടിച്ചത്, അതുപോലെ പീലാത്തോസിന്റെ കൽത്തളത്തിൽ വെച്ച് നടന്ന പുറമുഴവുചാലുകൾ കീറി എന്ന് പറയുമ്പോൾ രക്തവും അത് വെള്ളവും ഒക്കെ ശരീരത്തിൽ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോൾ ആ സമയത്തൊന്നും വെള്ളം കുടിച്ചിട്ടില്ല. ദാഹമില്ല. ഞാൻ ഒരു വാക്ക് പറയാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറയാണ്. ദാഹം കണ്ടമാനം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു ദാഹം തനിക്ക് മാനവജാതിയെ രക്ഷിക്കണം. പാപികളുടെ പാപമോചനം ഉണ്ടാകണം. അവർ ശിക്ഷിക്കപ്പെടരുത്. അവരുടെ ശിക്ഷ താൻ ഏറ്റെടുക്കുകയാണ്. ആ വലിയ ദാഹം ഞാനും നിങ്ങളും നമ്മളൊക്കെ നരകത്തിൽ പോകാതെ രക്ഷപ്പെടണമെന്നുള്ള ദാഹം, ആ ദാഹം കഴിഞ്ഞ് മറ്റേതൊരു ദാഹവുമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്ര പരീക്ഷീണനായി രക്തം ഒത്തിരി വാർന്നു പോയ കർത്താവ് അവരൊരു പച്ച മരക്കുരിശെടുത്ത് തോളിൽ വെച്ചു കൊടുത്തു. ഈ മരക്കുരിശെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന കുരിശ് പോലൊരു കുരിശല്ല, ചെത്തി വെടിപ്പാക്കിയ ഒരു കുരിശായി ഇന്ന് നമ്മൾ കാണാം. അങ്ങനത്തെ കുരിശുകളാണ് കാണുന്നത്. അതങ്ങനെ രണ്ട് തടി കഷ്ണം, അതും പച്ചത്തടി എടുത്തിട്ട് കുറുകെ വെച്ചങ്ങ് ഒന്നീ കെട്ടിക്കാണും, അല്ലെങ്കിൽ അതിന് പ്രത്യേക തരത്തിലുള്ള സംവിധാനം വല്ലതും കാണും. അത് ആണി അടിച്ച് ഉറപ്പിക്കുക, അങ്ങനെ വല്ലതും ചെയ്ത ആണ് ഈ കുരിശെന്ന് പറയുന്നത്. അതിന് ഭയങ്കര ഭാരമാണ്. അത് ഒരു തോളിൽ വെച്ചു കൊടുത്തു. അതും എടുത്തുകൊണ്ടാണ് കർത്താവ് യാത്ര ചെയ്യുന്നത്. പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഗോൽഗോത്ത അഥവാ തലയോട്ടിക്കുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സ്ഥലത്തേക്കുള്ള യാത്ര. തീർച്ചയായിട്ടും താൻ വീണു പോകുമെന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരണ തരുന്നത് എന്താണെന്നറിയാമോ? ഒരു തോളിൽ ഈ പച്ച മരക്കുരിശിരിക്കുകയാണ്. അതിന്റെ ഭാരം ഭയങ്കരമാണ്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വരുന്ന ചിന്ത, അതിനേക്കാൾ ഭാരമുള്ള മറ്റൊരു ഭാരം തൻ്റെ മറ്റേ തോളിലുണ്ട്. എന്താണെന്നറിയാമോ? മാനവജാതിയുടെ പാപം മുഴുവൻ. നമ്മൾ 1 പത്രോസ് 2:24 വായിക്കുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി സകല മനുഷ്യരുടെയും പാപങ്ങളെ തൻ്റെ ചുമലിൽ ചുമന്നുകൊണ്ടാണ്. അതിന്റെ ഭാരം ഭയങ്കരമാണ്. ഈ പച്ചമരക്കുരിശിന്റെ അല്ല, ഈ ഭാരവുമായിട്ട് താൻ നടന്നു പോകുമ്പോൾ നിരവധി പ്രാവശ്യം താൻ വീണുപോയി, ആവർത്തിച്ച് വീണുപോയി. പിന്നെ പടയാളികളൊക്കെ കൂടെ സഹായിച്ച് എഴുന്നേൽക്കുന്നു. അപ്പോഴും കുരിശ് തോളിലാണ്. അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം വീണപ്പോഴാണ് കുറേനക്കാരനായ ശീമോൻ അതുവഴി വരുന്നത്. രാവിലെ സമയമാണല്ലോ. അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ഒരു പക്ഷേ കൃഷി സ്ഥലത്തേക്ക് പോകുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് പിടിച്ച് അദ്ദേഹത്തെ ചോപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് ഈ കുരിശ്. അദ്ദേഹവും അനുഗ്രഹിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കുരിശ് ചുമക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചാൽ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ, കർത്താവിന് വേണ്ടി ഒരു ഭാരം ചുമക്കാൻ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും സഹിപ്പാനിടയാൽ അതൊരു അനുഗ്രഹമാണ്, അതൊരു ഭാഗ്യമാണെന്ന് കാണാൻ കഴിയും. കർത്താവ് അങ്ങനെ ഇപ്പൊ ഞാൻ ഓർപ്പിച്ചു, ഒരു 500 മീറ്റർ അഥവാ 1/2 കിലോമീറ്റർ നഗരത്തിന് നടുവിലൂടെയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു മതിലുണ്ട്. നഗരമതിലാണ്. മതിലവിടെ നഗരവാതിലുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വിജനമായ സ്ഥലമാണ്. അത് 1/4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ എബ്രായ ലേഖനം 13:12 ഇങ്ങനെ വായിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓർമ്മ കാണും ആ വാക്യം. അവൻ നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം സഹിച്ചു. തന്നെ ക്രൂശിച്ച നഗരത്തിന് പുറത്താണ്. ഒരു 280 മീറ്ററോളം വിജനമായ സ്ഥലമാണ്. സാധാരണ അവിടേക്ക് ക്രൂശിക്കാനുള്ളവരെ മാത്രം കൊണ്ടുപോകുന്ന സ്ഥലമാണ്. ഈ ക്രൂശിച്ച സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു കുന്നല്ല എന്നുള്ളതാണ്. ഞാനത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഞാൻ അന്ന് യെരുശലേമിൽ ചെല്ലുമ്പോൾ പല സ്ഥലങ്ങൾ കണ്ട് ഒടുവിലല്ല, അതിൻ്റെ ഒരു പ്രത്യേക ദിവസം അവിടെ ഈ ക്രൂശിച്ച സ്ഥലവും കല്ലറയും ഒക്കെ കാണാനുള്ള ക്രമീകരണത്തിൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ആ സ്ഥലത്തിന്റെ പേര് ഗാർഡൻ ടൂംബ് എന്നാണ്. മലയാളത്തിൽ കല്ലറത്തോട്ടം എന്ന് പറയാം. അപ്പോൾ അതിന്റെ വാതുക്കൽ ചെന്നപ്പോൾ സ്വീകരിക്കാനായിട്ട് വന്നത് ഒരു ഹോളണ്ടുകാരൻ ഗൈഡാണ്. അതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു യഹൂദനായ ഗൈഡാണ്. അദ്ദേഹത്തിന് അതിനകത്ത് പ്രവേശിക്കാൻ അവകാശമില്ല. അതിൻ്റെ കസ്റ്റോഡിയൻസ് ക്രിസ്ത്യൻസ് ആണ്. അതുകൊണ്ട് ഈ യഹൂദൻ അങ്ങോട്ട് പ്രവേശിക്കാൻ അവകാശമില്ല. ഇദ്ദേഹം ആണ് ഞങ്ങളെ സ്വീകരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പേര്, 50 പേരോളമാണ്. ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കാൻ വന്നു. അദ്ദേഹം പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, വെൽക്കം ടു ഗാർഡൻ ടൂംബ്. You have visited many places to see many things you could so. But here, nothing to see. He is not here. He risen from the dead. Praise the Lord. ഞങ്ങളെല്ലാം ചേർന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞത്,
ഞാൻ മലയാളത്തിൽ കൂടെ പറയാണ്, ചിലപ്പോൾ അമ്മച്ചിമാരൊക്കെ കേൾക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞത്, ഈ കല്ലറത്തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു, ഒത്തിരി കാര്യങ്ങൾ കണ്ടു, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. യേശു കർത്താവ് ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മൾ ക്രൂശീകരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാനിത് പറയാൻ കാരണം, അത് ആ നിലയിൽ അവതരിപ്പിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന് വിചാരിച്ചാൽ, ആ കല്ലറത്തോട്ടത്തിലേക്ക് പ്രവേശിച്ചാൽ അതൊരു തോട്ടമാണ്. അവിടെ ഞാൻ കണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ തകർന്നു പൊളിഞ്ഞു കിടക്കുന്ന ഒരു മുന്തിരിച്ചക്ക് കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ചോദിച്ചു അറിഞ്ഞത്, അത് 2000 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു മുന്തിരിച്ചക്ക, അതിൻ്റെ അവശിഷ്ടമുണ്ട്. ഒരു ഒലിവ് ചക്കുണ്ട്, അവിടെ ഒരു കിണറുണ്ട്, വലിയൊരു കിണറാണ്. ആ ഗൈഡ് എന്നോട് പറഞ്ഞു, ഇത് യെരുശലേമിലുള്ള കിണറുകളിൽ 3ാമത്തെ വലിപ്പമുള്ള കിണർ, ഏറ്റവും വലിപ്പമുള്ളതല്ല, 3ാമത്തെ. 2 ലക്ഷം ഗ്യാലൻ വെള്ളം കൊള്ളും. ആരുടെയാണെന്നറിയാമോ ആ തോട്ടം? അരിമത്യക്കാരൻ ജോസഫിന്റെ തോട്ടമാണ്, ആ ധനികന്റെ തോട്ടമാണത്. ആ തോട്ടത്തിൽ നിന്ന് നമ്മൾ അല്പം വലത്തേക്ക് തല ചായച്ച് നോക്കാമെങ്കിൽ ഈ തലയോട്ടിക്കുന്ന് കാണാം, കാൽവരി ക്രൂശ് കാണാം. അല്പം വലത്തോട്ട് നോക്കിയാൽ മതി, ആ കുന്ന് കാണാം. ഒരു തലയോട്ടിയുടെ ഒരു രൂപമാണ്. കണ്ണിന്റെ ഭാഗത്ത് 2 ബ്ലാക്കായിട്ട് 2 ഭാഗം നമ്മൾ കാണാം. അത് ഒത്തിരി ദൂരെയല്ല, അവിടെ നോക്കിയാൽ. അതുപോലെ തന്നെ മൂക്ക്, വായുടെ ഭാഗത്തൊക്കെ നമുക്കൊരു തോന്നൽ അങ്ങനെ വരും, തലയോട്ടിക്കുന്നായിട്ട്. തല നേരെ കൊണ്ടുവന്ന് ഒരല്പം ഇടത്തോട്ട് മാറ്റാമെങ്കിൽ, നമ്മൾ അല്പം ഇടത്തോട്ട് തല ചരിക്കാമെങ്കിൽ അവിടെ ഒരു പാറ നമുക്ക് കാണാൻ കഴിയും. ആ പാറ അവിടെ നോക്കിയാൽ തന്നെ കാണാം. ഒരിടത്തെ സ്ഥലത്ത് നിന്ന് ഇത് രണ്ടും കാണാം. ഒരു പാറ കാണാം. ആ പാറയ്ക്ക് ഒരു വാതിൽ വെട്ടി തുറന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിന്റെ മുമ്പിൽ ഒരു പൊഴിയുണ്ട്, ഒരു പൊഴി. ആ പൊഴി ഇങ്ങനെ റൗണ്ടിൽ ഒരു കല്ല് അവിടെ ഉണ്ട്. റൗണ്ടിൽ വലിയ അല്പം വലിപ്പമുള്ളതാണ്. ഒരു 4-5 പേര് വിചാരിച്ചാൽ ഒരു പൊഴിയുണ്ട് അവിടെ. ഒരു സ്ലോട്ടെന്നോ ഒക്കെ പറയാമല്ലോ. അത് ഉരുട്ടി മാറ്റാനും ഉരുട്ടി വാതുക്കെ കൊണ്ടുവയ്ക്കാനും കഴിയുന്ന ആ കല്ല് അവിടെയുണ്ട്. അതങ്ങോട്ട് ഉരുട്ടി മാറ്റിയാൽ ആ കല്ലറയും നമുക്ക് കാണാൻ കഴിയും. കല്ലറയിലേക്ക് നമുക്ക് വരാം. വീണ്ടും നമുക്ക് കാൽവറി കുന്നിലേക്ക് പോകാം. അവിടേക്ക് ചെല്ലുകയാണ്. ഒരു 8:45, 8:50 ആയപ്പോഴത്തേക്ക്, രാവിലെ 8:50 ആയപ്പോഴേക്ക് യേശു കർത്താവിനെ ക്രൂശിക്കേണ്ട ആ സ്ഥലത്ത് പടയാളികളും എല്ലാവരും കൂടെ കൊണ്ട് ചെല്ലുകയാണ്. അതിനുശേഷം ആ മരക്കുരിശ് കർത്താവിന്റെ തോളിൽ നിന്ന് എടുത്ത് നിലത്ത് കിടത്തി. അപ്പോൾ തന്നെ അവിടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടിപടിയായിട്ട് വേഗം നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്, കുരിശ് നാട്ടാനുള്ള 3 കുഴികൾ. നമുക്കറിയാം, കർത്താവിനോട് കൂടെ 2 കള്ളന്മാരെ കൂടെ ക്രൂശിക്കുകയാണ് 2 വശം. ആ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. കർത്താവ് ഈ കുരിശെ കൊണ്ട് കിടത്തിയ ശേഷം ബലമുള്ള പട്ടാളക്കാര്, ബലിഷ്ഠരായ പട്ടാളക്കാര് കർത്താവിനെ പിടിച്ച് ആ ക്രൂശിന്മേൽ കിടത്തി. തൻ്റെ കൈകൾ ഇരുവശങ്ങളിലേക്ക് വലിച്ചു നീട്ടിയ ശേഷം ഇരുമ്പിന്റെ ആണി, ചെറിയ ആണിയല്ല, വലിയ ആണി. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് കർത്താവ് ഈ കൈയുടെ വെള്ളയ്ക്ക് ആണി അടിച്ചു എന്നാണ് സാധാരണഗതി നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, വെള്ളയ്ക്ക് അടിച്ചാൽ ഈ ശരീരം മുഴുവൻ തൂങ്ങിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിഷ്യൻസുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് റിസ്റ്റിന്റെ ഈ ഭാഗത്താണ് അടിച്ചത്. ഇവിടെ അടിച്ചു കയറ്റാൽ ഇവിടെ ഒരു ലോക്ക് പോലെ സ്ഥലമുണ്ട്, ഒരിക്കലും അത് പൊട്ടിപ്പോകത്തില്ല, തൂങ്ങി തന്നെ കിടക്കും. 2 കൈയുടെ റിസ്റ്റിലേക്ക് ഈ ഏകദേശം 7-8 ഇഞ്ച് നീളമുള്ള കാരിരുമ്പാണി അടിച്ചു കയറ്റുമ്പോൾ ആ കയ്യിൽ നിന്ന് രക്തം ചീറ്റുകയാണ്. ഒരുപക്ഷെ പട്ടാളക്കാരുടെ മുഖത്തൊക്കെ ചീറ്റ് തെറിച്ച് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ അടിച്ച് കൈ വിരിച്ച് അടിച്ചു അതിലേക്ക്. കാലുകൾ ഇങ്ങനെ ചേർത്ത് 2 കാലും കൂടെ ചേർത്ത് വെച്ചു. അതും ആണി അടിച്ച് അതിൻ്റെ ആ ജംഗ്ഷനിൽ ആണി അടിച്ച് കാലും. അതിനുശേഷം ആ ക്രൂശ് ഉയർത്തി ആ കുഴിയിലേക്ക് ഇട്ടു. ഭയമില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയാതെ. കുഴിയിലോട്ടും ആ ശരീരം കുലുങ്ങുമ്പോൾ ആ ശരീരം ഇങ്ങനെ തൂങ്ങി വരുമ്പോൾ അതിവേദനയാണ്. കാരണം ഈ മുറിവിന്റെ അവിടെ കൈ വലിയും, 2 മുറിവിന്റെ അവിടെ വലിയും. കാല് ആ ആണിമേൽ ബലം കൊടുത്ത് നിന്നേ പറ്റുകയുള്ളൂ. അങ്ങനെ നിൽക്കും. തന്നെയല്ല, ഒരു ശ്വാസം എടുക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ശ്വാസം എടുക്കണമെങ്കിൽ എത്ര പണം. ഇപ്പൊ കൃത്യം 9 മണിക്കാണ് ക്രൂശിൽ ഉയർത്തുന്നത് എന്നാണ് തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 45-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യഹൂദന്റെ സമയം അനുസരിച്ച് 3-ാം മണി നേരത്ത് യേശു കർത്താവിനെ ക്രൂശിച്ചെന്ന. യഹൂദന്റെ 3-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ 9 മണിയാണ്. അപ്പൊ ഈ പറഞ്ഞു വന്ന സമയമൊക്കെ ഏതാണ്ട് ഓൾമോസ്റ്റ് ശരിയായിട്ടാണ് വരുന്നത്. 9 മണിക്ക് ക്രൂശിൽ കർത്താവ് ഉയർത്തി എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കറിയാം, ഒരു ശ്വാസം എടുക്കണമെങ്കിൽ നമ്മൾ ഒന്ന് വലിഞ്ഞെങ്കിൽ മാത്രമേ ശ്വാസം എടുക്കാൻ പറ്റുകയുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണം ആ ഭാഗങ്ങൾ. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്.
ഒരു പ്രാവശ്യം ശ്വാസം എടുക്കണമെങ്കിൽ ശരീരം ഒന്ന് അനങ്ങിയേ പറ്റത്തുള്ളൂ, ഒന്ന് പൊങ്ങിത്താണെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം ആണിമേൽ ഇങ്ങനെ കിടക്കുകയാണ്. പുറം ഓർക്കണം, ഉഴവുചാലുകൾ പോലെ കീറിയ പുറമാണ്. ആ മരത്തടിയിൽ ഈ പുറം ഉരസുമ്പോൾ ഉണ്ടാകുന്ന വേദന, കൈകൾ വലിയുമ്പോൾ ഉണ്ടാകുന്ന മുറിപ്പാൽ ഉണ്ടാകുന്ന വേദന എത്ര ഭയങ്കരമാണ്. ഈ വേദനയെല്ലാം സഹിച്ചത്. ക്രൂശിൽ കർത്താവിനെ തറയ്ക്കുന്നതിന് മുൻപേ ഒരു പ്രത്യേകമായ ഒരു ദ്രാവകം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, തിരുവഴുത്തിൽ കാണുന്നുണ്ട്. അതായത് ഒരു മയക്കുമരുന്നാണത്. അത് കൊടുക്കുന്ന എന്തിനാ, അല്ലെങ്കിൽ ഈ ക്രൂശിൽ തറയ്ക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നതാണത്. എന്തിനാ കൊടുക്കുന്നറിയാമോ? അത് വേദന അറിയാതിരിക്കാൻ വേണ്ടിയാ. കർത്താവ് അത് വേണ്ട എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് വേണ്ട, നമ്മുടെ വേദന മുഴുവൻ സഹിപ്പാൻ, ഒട്ടും കുറയണ്ട, മുഴുവൻ വേദനയെ സഹിക്കാൻ. കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അറിയാം. നിന്നയ്ക്കും തുപ്പലിനും മുഖം മറച്ചില്ല. നമ്മളെ ആരെങ്കിലും നിന്ദിച്ചാൽ നമ്മൾ മുഖം മാറ്റിക്കളയും. തുപ്പിയാൽ മുഖത്ത് വീഴാതിരിക്കാൻ നിങ്ങൾ തുപ്പിക്കോളൂ, നിങ്ങൾ നിന്ദിച്ചോളൂ, വേദന മുഴുവൻ ഞാൻ സഹിക്കാം. നമ്മുടെ രക്ഷയെ കരുതിയാണ്. എന്നെയും നിങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് തൻ്റെ സർവജ്ഞാനത്തിലും സർവദർശനത്തിലും നമ്മളെയൊക്കെ കണ്ടുകൊണ്ട് വേദന ഒട്ടും കുറയാതിരിപ്പാൻ, വേദന കുറയ്ക്കുന്ന ആ പ്രത്യേകമായ ദ്രാവകം, ചൊറുക്ക എന്നൊക്കെ ചില ഭാഗത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് താന് വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിച്ചില്ല. കർത്താവ് വേദന മുഴുവൻ സഹിക്കുകയാണ്. ശ്വാസമെടുക്കാനായിട്ട് ശരീരം അനങ്ങുമ്പോൾ ആ ശരീരത്ത് ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. അതിവേദന സഹിച്ചുകൊണ്ട് കർത്താവ് അവിടെ കിടന്നു. രാവിലെ നമ്മുടെ സമയമാണ് പറയുന്നത് മുഴുവൻ 9 മണി മുതൽ 12 മണി വരെയുള്ള സമയം. സൂര്യപ്രകാശമുണ്ട്, എല്ലാവർക്കും എല്ലാം കാണാം. നിൽക്കുന്നവരൊക്കെ പരിഹസിക്കുന്നുണ്ട്. ആ വഴി യാത്ര ചെയ്യുന്നവർ പരിഹസിക്കുന്നുണ്ടോ? ഓ, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, മനുഷ്യരെ രക്ഷിക്കാൻ വന്നവനല്ലേ, നിന്നെ തന്നെ ആദ്യം ഒന്ന് രക്ഷിക്കുക, ആര് കേട്ടാലും ന്യായമല്ലേ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നീ നിന്നെ തന്നെ ഒന്ന് രക്ഷിക്കേ, അത് കഴിഞ്ഞിട്ടാട്ട് ബാക്കിയുള്ളവരുടെ കാര്യം. ഇങ്ങനെ പറഞ്ഞു പരിഹസിക്കുകയാണ്. നിന്നയും പരിഹാസവും സഹിച്ച്, മുൾക്കിരീടത്തിന്റെ അതിവേദനയെ സഹിച്ച്, പുറമുഴുവുചാലുകൾ പോലെ കീറിയ വേദന സഹിച്ച്, കാരിരുമ്പാണികൾ കൈകാലിൽ അടിച്ചിറക്കിയ വേദന സഹിച്ച് അവിടെ കിടക്കുമ്പോഴും ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ട്. അനേകായിരങ്ങളുടെ രക്ഷ, ആയിരക്കണക്കിന് പേരുടെ രക്ഷ അത് തൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. അതൊരു സന്തോഷമായി ഉള്ളിൽ കണ്ട് ഈ വേദന സഹിക്കാൻ. 12 മണി സമയമായി, ഉച്ചയ്ക്ക് 12. പെട്ടെന്ന് സ്വർഗത്തിലെ ദൈവം സൂര്യൻ സ്വിച്ച് ഓഫ് ചെയ്തു. അന്ധകാരം ഇരുട്ടായി. അത് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ സമയം, 3 മണിക്കൂർ ഇരുട്ടാണ്. 3 മണിക്കൂർ ഇരുട്ടാണ്. അത് നമ്മൾ കാണുന്ന ദേശത്തൊക്കെ ഇരുട്ടുണ്ടായെന്ന സാധാരണ ചിലർ സാഹിത്യ ഭാഷയിലൊക്കെ പറയും. അവിടെ സൂര്യൻ കണ്ണടച്ചു, ഈ ഭയങ്കരത കണ്ട. അങ്ങനെയൊന്നും അല്ല. അതിനപ്പുറം നമ്മൾ ഓർക്കണം, പിതാവായ ദൈവം മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ പുത്രന്റെ മേൽ ചൊരിയുന്ന 3 മണിക്കൂറാണ്. ഇതുവരെ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു, സഹിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ അതൊന്നുമല്ല, അതിനപ്പുറത്തുള്ള ദൈവത്തിന്റെ കോപത്തിന്റെ അഗ്നിയിൽ ദൈവത്തിന്റെ പുത്രൻ വെന്തെരിയുന്ന 3 മണിക്കൂറാണ്. അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാനും നിങ്ങളും നരകത്തിൽ നിത്യത മുഴുവൻ അനുഭവിക്കേണ്ട ആ ശിക്ഷ യേശുക്രിസ്തു 3 മണിക്കൂർ കൊണ്ട് അനുഭവിക്കുകയാണ്. നരകമാണ് വാസ്തവത്തിൽ. ആ കുരിശിൽ ഒരു നരകമാണ് കർത്താവ് അനുഭവിക്കുന്നത്. നരകത്തിൽ നിലവിളിയുണ്ട്. ഇവിടെ നിലവിളിച്ചില്ലേ 9 മണി നേരത്ത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അതുമാത്രമല്ല, ശരിക്കും ആ ഭാഗം മനസ്സിരുത്തി പഠിച്ചാൽ അന്നേരം മാത്രമല്ല നിലവിളിച്ചത്, ആ 3 മണിക്കൂറും നിലവിളിയുണ്ട്. പക്ഷെ അതൊന്നും പുറത്തേക്ക് വരാതെ പിടിച്ചു നിന്നു. ആ 9 മണി നേരത്ത് തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? സകലരും കൈവിട്ടത് എനിക്ക് മനസ്സിലാകും. അമ്മ കൈവിട്ടു പോയി, കൂടെയുള്ള ശിഷ്യന്മാർ കൈവിട്ടു പോയി, അവരൊക്കെ കൈവിട്ടു. അങ്ങ് സ്വർഗത്തിലെ ദൈവമേ, പിതാവേ, അവിടെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ റെപ്രസെന്റേറ്റീവായി നിന്നുകൊണ്ട് പിതാവായ ദൈവത്തെ തന്നെ ദൈവം എന്ന് വിളിക്കുകയാണ്. ദൈവമേ, കൈവിട്ടത് എന്ത്? അതിന് മുമ്പും നിലവിളിയാണ്. നരകത്തിലെ നിലവിളിയാണ്. നരകത്തിൽ ഇരുട്ടുണ്ടല്ലോ, ഇരുട്ടിന്റെ അനുഭവമല്ലേ അവിടെ? നരകത്തിൽ വേദനയുണ്ടല്ലോ, വേദനയുടെ അനുഭവമല്ലേ അത്? നമ്മൾ നിത്യത മുഴുവൻ അനുഭവിക്കേണ്ടത്. യേശു കർത്താവ് 3 മണിക്കൂർ കൊണ്ട് സഹിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണം പറയാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ 10 മിനിറ്റ് കൊണ്ട്
ഒരപ്പം നമുക്കുണ്ടാക്കാം എങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഒരപ്പം ഉണ്ടാക്കണമെങ്കിൽ ആ 100 ഡിഗ്രി സെന്റിഗ്രേഡിനെ 1000 ഡിഗ്രി സെന്റിഗ്രേഡായിട്ട് വർദ്ധിപ്പിക്കണം. 1 മിനിറ്റ് കൊണ്ട് അപ്പോൾ ഉണ്ടാക്കാം. പക്ഷെ ചൂട് ഭയങ്കരമാണ്. കർത്താവ് ഭയങ്കര കഷ്ടാനുഭവത്തിൽ ഭയങ്കര വേദനകൾ സഹിച്ച് കൃത്യം 3 മണിയായപ്പോൾ കർത്താവ് നിലവിളിച്ച കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഞാൻ സാധാരണ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കുണ്ട്, അതൊന്ന് പറയട്ടെ. എന്തിനാണ് കൈവിട്ടത്? ഒരു നിലവിളിയുടെ മുൻപിലും പിതാവായ ദൈവം ഉത്തരം കൊടുക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഉത്തരം പറഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പറയട്ടെ, പുത്രനെ പിതാവ് കൈവിട്ടത് എൻ്റെ കൈ പിടിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൈ പിടിക്കുവാൻ പുത്രനെ കൈവിട്ടു. അവൻ എന്നെ കൈ പിടിച്ച്, പിതാവായ ദൈവം എന്നെ കൈപിടിച്ചത് നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പുത്രനെ കൈവിട്ടത് അങ്ങേ സഹോദരനെ പിടിക്കാൻ, സഹോദരിയുടെ കൈ പിടിക്കാൻ, കൈപിടിച്ച് നല്ല വഴിയെ, അനുഗ്രഹത്തിന്റെ വഴിയെ നടത്താൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ സമ്മതിക്കണം, നമ്മളെ സമർപ്പിക്കണം. എൻ്റെ കൈ പിടിച്ചാട്ട്, എൻ്റെ കൈ പിടിച്ചാട്ട്. ആര് സമർപ്പിക്കുമോ അവരുടെ കൈ പിടിച്ച് യേശു കർത്താവ് പിതാവായ ദൈവം നടത്തും എന്നുള്ളതാണ്. അങ്ങനെ കറക്റ്റ് 3 മണി സൂര്യൻ തിരിച്ചു വന്നു. സൂര്യന്റെ സ്വിച്ച് ഓൺ ചെയ്തു. സൂര്യൻ മടങ്ങി വന്നു. 3:05 ആയപ്പോൾ, ഏകദേശം 3:05 ആയപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. എപ്പോഴാ ഏറ്റവും കൂടി വെള്ളം കുടിച്ചെന്ന് ഓർത്തോണം. ഇനി അത് ആവർത്തിച്ച് പറയാൻ സമയമില്ല. പെസഹയുടെ സമയത്ത് വെള്ളം കുടിച്ചതാണ്. ഇപ്പോൾ മണിക്കൂർ എത്രയായി? എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊരു ദാഹം ഇല്ലാഞ്ഞല്ല, അത് നമ്മൾ ഓർക്കുകയുണ്ടായി. ആ വെള്ളം കൊണ്ട് കൊടുക്കാൻ കുറച്ച് സമയം എടുക്കും. വെള്ളമല്ല, വീഞ്ഞ് തന്നെയാണ് കൊണ്ട് കൊടുത്തത്. പ്രത്യേക രീതിയിൽ ഉയരത്തിൽ കുരിശിൽ കിടക്കുന്ന ഒരാളിന് വെള്ളം കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കമ്പിന്റെ അറ്റത്ത് സ്പോങ് പോലെ ഒരു പ്രത്യേക സംവിധാനമാണത്. അത് വീഞ്ഞിൽ മുക്കി ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ ചില തുള്ളികൾ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ വീഞ്ഞ് കൊടുത്തു കുടിച്ചു. ആ വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ സമയം ഏതാണ്ട് 3:10 ആയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിവർത്തിയായി, സകലവും നിവർത്തിയായി. അതിനെ തുടർന്ന് നമ്മൾ കാണുന്നത്, പിതാവേ, എൻ്റെ പ്രാണനെ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തല ചായ്ച്ച് നമ്മുടെ കർത്താവ് പ്രാണനെ വിട്ടു എന്നാണ്. 3:15 എന്ന് കണക്കാക്കാം. അപ്പൊ നോക്കുക, 9 മണി മുതൽ 3:15 വരെയുള്ള സമയം കർത്താവ് ക്രൂശിലായിരുന്നു. ഏതാണ്ട് 6.25 മണിക്കൂർ സമയം ക്രൂശിലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, താൻ മരിച്ചു. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, 3:15 ആയപ്പോൾ കർത്താവ് മരിച്ചു. ഏകദേശം 3:30 ആയപ്പോഴേക്കും ഒരു പടയാളി വന്നിട്ട് ഈ വിലാപ്പുറത്ത് കുത്തിയതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. മരിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ കാലത്ത് ചെയ്യുന്നത്, കാരണം ഇനി 6 മണിയാകുമ്പോൾ പിന്നെ ശബ്ദം തുടങ്ങും, പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഈ ശവശരീരം കുരിശിന്മേൽ ഇരിക്കരുത്, എടുത്തതിന് മുമ്പേ അടക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു പടയാളി എന്ന് വിലാപ്പുറത്ത് കുത്തി, നമുക്കെല്ലാം അറിയാവുന്നതാണ്. രക്തവും വെള്ളവും പുറപ്പെട്ടു, മരിച്ചു എന്ന് മനസ്സിലായി. മരിച്ചിട്ടില്ലെങ്കിൽ അവർ ചെയ്യുന്ന കാലിന്റെ മുട്ടൊടിക്കും. കാലിന്റെ മുട്ടൊടിച്ചു കഴിയുമ്പോൾ ശരീരം മൊത്തം താഴോട്ട് തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശ്വാസം എടുക്കാൻ പറ്റുകയില്ല, അങ്ങനെ മരിക്കും. പക്ഷെ കർത്താവിന്റെ അസ്ഥി ഒടിക്കേണ്ടി വന്നില്ല. തിരുവഴുത്തിൽ അങ്ങനെ ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ, അവന്റെ അസ്ഥികളൊന്നും ഒടിക്കാൻ ഇടയായില്ല. അത് തിരുവഴുത്തിൻ പ്രകാരമാണെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അസ്ഥികൾ ഒടിക്കേണ്ടി വന്നില്ല കർത്താവിന്. അതിനുശേഷം കർത്താവിന്റെ സംസ്കാരം, അതും കൂടെ പറഞ്ഞ് നമ്മൾ ഈ ശുശ്രൂഷ അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സംസ്കാരത്തെ പറ്റി എഴുതിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിലാണ്. ഏകദേശം 5 മണിക്കോടുകൂടെ, വൈകിട്ട് 5 മണി, 6 മണിയാകാൻ പറ്റത്തില്ല, 5-5:30 മുമ്പ് അടക്കി കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കല്ലറത്തോട്ടം, അത് അരിമത്തിയിലെ യോസേഫിന്റെയാണ് ആ തോട്ടം. അദ്ദേഹം ധനികനാണ്. അദ്ദേഹത്തിന്റെ ആ തോട്ടത്തിൽ ഒരു കല്ലറ ഉണ്ടാക്കി, തനിക്ക് തൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അതിനകത്ത് ആ കല്ലൊക്കെ വെട്ടി ഒരു മുറി പോലെ ഉണ്ടാക്കി. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. 3 ശവം വയ്ക്കുക. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ ഭാര്യ, ഒരു കുഞ്ഞായിരിക്കും തനിക്കുള്ളത്. അവരുടെ 3 പേരുടെ അടക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പണി നടക്കുന്നേ ഉള്ളൂ, തീർന്നിട്ടില്ല. ഒരു ബോഡി വെക്കാനുള്ള തീർന്നിട്ടുമുണ്ട്, 2 തീർന്നിട്ടില്ല. അരിമത്തിയിലെ യോസേഫ് പീലാത്തോസിനോട് എന്ന് ചോദിച്ചു, ആ ബോഡി ഇങ്ങനെ തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നിക്കോദീമോസിനെ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ രാത്രിയിൽ യേശു കർത്താവിനെ കാണാൻ പോയ നിക്കോദീമോസ്, താനും മാനസാന്തരപ്പെട്ടു, താനുമുണ്ട്. ഇവർ 2 പേരും കൂടെ കൂടി ആ ശവശരീരം കുരിശിൽ നിന്ന് ഇറക്കി.
പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ അടക്കത്തെ പറ്റി അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും അടുത്തടുത്താണെന്ന്, ക്രൂശിച്ച സ്ഥലവും അടക്കിയ ഈ കല്ലറയും അടുത്തടുത്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒട്ടും ദൂരെയല്ല. ക്രൂശിൽ നിന്ന് ഇറക്കി ഈ തോട്ടത്തിൽ കൊണ്ടുവച്ച് ഇങ്ങനെയൊക്കെയാണ് ക്രൂശിച്ചെങ്കിൽ യഹൂദ മര്യാദ പ്രകാരമാണ് ക്രൂശിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ എംബാമൊക്കെ 100 റാത്തൽ 100 മകലും കൊണ്ടുള്ള ഒരു സുഗന്ധ കൂട്ടൊക്കെ ഇട്ട് കർത്താവിനെ കല്ലറയിൽ കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും കൂടി അടക്കി കല്ലുരുട്ടി വെച്ചു. പിന്നെ ഉയർത്തെഴുന്നേക്കുമെന്നൊക്കെ പേടിച്ചിട്ട് യഹൂദന്മാരുടെ നിർബന്ധപ്രകാരം പീലാത്തോസ് വലിയ കാവൽ കൂട്ടത്തെയൊക്കെ കൊടുത്തു. പക്ഷേ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മത്തായി 28:6 അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. കർത്താവിനെ കാണാനായിട്ട് 2 സ്ത്രീകൾ അങ്ങ് അടുത്ത് നടക്കുമായിരുന്നു. ഒത്തിരി പാപക്ഷമ കിട്ടിയവരാ അവരെ. ഒന്ന് മഗ്ദലക്കാരത്തി മറിയ, ഭൂതങ്ങൾ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ, അതിനെ ഇറക്കി വിട്ടു. മറ്റൊരു സ്ത്രീ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കല്ലെറിയാൻ പിടിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീ, അവരുടെ പേര് മറിയ എന്ന. അവര് പിന്നാലെ ഉണ്ടായിരുന്നു. അവർ ചെന്നപ്പോഴാണ് പറയുന്നത് അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞതുപോലെ എന്ന്. റോമൻ ഗവൺമെന്റിന്റെ റോമന്റെ മുദ്രയോ കാവൽ കൂട്ടമോ ഒന്നും കർത്താവിന് പ്രശ്നമല്ല. കർത്താവ് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മൾ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ നേർക്കാഴ്ചയായി കാണുകയായിരുന്നു. ഇത് ചരിത്ര സത്യമാണ്. ഇത് കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വലിയ പണച്ചെലവ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ 1,00,000 രൂപയൊക്കെ ചിലവ് വരുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് യെരുശലേമിലേക്ക് പോകാം, ഇതൊക്കെ കണ്ടു ബോധ്യപ്പെടാം. ഒരു കയ്യിൽ നിങ്ങൾ ബൈബിൾ പിടിച്ചോളൂ, മറു കയ്യിൽ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാട്ട് അതുപോലെ സത്യമാണ്. ഇതൊരു ചരിത്ര സത്യമാണ്. യേശുക്രിസ്തു ചരിത്ര സത്യമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ചരിത്ര സത്യമാണ്. യേശുക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തിയത് സത്യമാണ്. ആരൊക്കെ അത് വിശ്വസിക്കും? ഈ സത്യം ഒന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്ത്, യേശു കർത്താവേ, അങ്ങ് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അത് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന ഇപ്പോൾ ഇത് കേൾക്കുന്ന അതത് സ്ഥലത്ത് ഇരുന്ന് കേൾക്കുന്നവര് ഒരു തീരുമാനമെടുത്താൽ പ്രാർത്ഥിച്ചാട്ട്, ഇത്രയേ ഉള്ളൂ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, അങ്ങ് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അത് ഞാൻ വിശ്വസിക്കുന്നു, ആ സത്യം ഞാൻ അംഗീകരിക്കുന്നു. പാപമോചനം ലഭിക്കും, ദൈവമക്കളായി തീരും. ദൈവത്തിന് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അതോടൊപ്പം രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കളോട് പറയട്ടെ, ഒരു സമർപ്പണം ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഈ കഷ്ടം മുഴുവൻ സഹിച്ചത് നമുക്ക് വേണ്ടിയാ. ചുടു കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ പാദത്തിലൊന്ന് സമർപ്പിച്ചാട്ട്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിപ്പാൻ ഉണ്ടെങ്കിൽ ക്രമീകരിച്ചുകൊണ്ട് ഒന്ന് ആ പാദത്തിൽ വീണ് സമർപ്പിച്ച് കുറെ കൂടെ കർത്താവിനോട് അടുത്ത് കർത്താവിനെ സ്നേഹിച്ചൊരു ജീവിതം ഉണ്ടാവട്ടെ. ദൈവത്തിന് എല്ലാവർക്കും ധാരാളം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും സ്നേഹവന്ദനം, നന്ദി പറഞ്ഞുകൊണ്ട് പൗരുഷന് ഈ നിലയിൽ ഒരു ശുശ്രൂഷ ക്രമീകരിപ്പാൻ ഇടയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ കൊണ്ട് ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കണം, പൗരുഷത്തിലേക്ക് വിളിച്ചറിയിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാം ദൈവനാമത്തെ മാത്രം തീരട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.